വളരെ ചെറിയ കാര്യമാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എത്ര അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടും കാര്യമില്ല, മെൻറ്റർഷിപ്പ് മോശമാണെങ്കിൽ നമ്മുടെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് സ്റ്റണ്ടായി പോകും. അതായത് നമ്മളൊരു ടീമിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വർക്ക് അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വരുന്ന അവസരങ്ങൾ അവരെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് സ്ലൈറ്റായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യണം. അവരെ ടീമിൽ നിന്നും ഉയർന്നു പോകുമോ എന്നുള്ളൊരു പേടി, അതായത് അവരുടെ ടീമിൽ നിന്നും സർക്കിളിൽ നിന്നും ചുരുക്കി പറഞ്ഞാൽ അവരുടെ ചിറകിൽ നിന്നും പുറത്തേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളൊരു ഭയം നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ടീംസിനോ നമ്മളെ മെന്ററിനോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ തുടങ്ങി നമ്മുടെ നശിച്ച കാലം. ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഈ പറയുന്നതിന്റെ ഇടയിൽ തന്നെ പലർക്കും ഇത് കിട്ടും. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേലി തന്നെ വിളവ് തിന്നുന്ന കാല. അപ്പം ഈ ഒരു കണ്ണും പൂട്ടി നമുക്കൊക്കെ ഒരു ശീലമുള്ളതാണ്, കണ്ണും പൂട്ടി അങ്ങോട്ട് വീഴുക എന്നുള്ളത്. അതായത് കണ്ണും പൂട്ടി വിശ്വസിക്കുക, അവരെ കൂടെ നിന്നാൽ അങ്ങോട്ട് രക്ഷപ്പെട്ടു പോകും, അതുകൊണ്ട് അകമഴിഞ്ഞ് പ്രവർത്തിക്കൂലേ നമ്മളെ. അതെല്ലാം ഓക്കെ, പക്ഷേ ഒരു കണ്ണ്, കുറച്ചൊരു ശ്രദ്ധ ഈ ഒരു കാര്യത്തിൽ ഇരുന്നോട്ടെ. അതായത് അവർ നമ്മുടെ ഗ്രോത്തിന്, നമ്മുടെ ഇൻഡിപെൻഡന്റ് ഗ്രോത്തിന് അവരെങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ധാരണ നമുക്ക് ഉണ്ടാവണം. ഇൻ കേസ് ഗ്രോത്തിനെതിരായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻസ് നമുക്ക് കാണുകയാണ്, അതായത് അവൻ ഇവിടെ വളർന്നോട്ടെ, ഇവിടെ പണിയെടുത്തോട്ടെ, ഇവിടുന്ന് പോയിട്ടുള്ളൊരു എക്സ്പോഷറോ ഒരു അവസരമോ അവന് വേണ്ട എന്നുള്ളൊരു ചിന്തയോ പെരുമാറ്റമോ സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ വേഗം അവിടുന്ന് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ കുറെ കൊല്ലം അങ്ങോട്ട് അടിച്ചു പോയി കിട്ടും. സോ ഓൾവേസ് ബി ഒബ്സർവൻറ്റ് അബൌട്ട് ദോസ് തിങ്സ്. വളരെ ചെറിയ കാര്യമാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ചിന്ത, ഈ ഒരു ഒബ്സർവേഷൻ എല്ലാവർക്കും ഒരു പൊടിക്ക് ഇരുന്നോട്ടെ, നല്ലതാ. അതിപ്പോഴൊന്നല്ല നമുക്ക് മനസ്സിലാവുക. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു വർക്ക് ക്ലിക്കായ ശേഷം നമുക്ക് പുറമേ നിന്ന് നല്ല അവസരങ്ങൾ വരികയാണ്, അവരിൽ നിന്ന് നമ്മൾ അകന്നു പോകുക എന്നുള്ള പേടി അവർക്ക് തുടങ്ങുമ്പോൾ നമുക്ക് പണി വരാൻ തുടങ്ങും. സോ പ്രിക്കോഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അതിന് മുമ്പേ നമ്മളത് കണ്ടെത്തുക, പറ്റുമെങ്കിൽ അവിടുന്ന് ചാടുക, നല്ലൊരു കരിയറുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ മെന്റർ നമ്മളെങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ടായിക്കോട്ടെ. പല കാര്യവും ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ ഈ കാര്യത്തിൽ ഒരു ചെറിയ ശ്രദ്ധ കൊടുത്തേക്കുക.